ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ജിതിൻ കൈപ്പുള്ളി യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് കർക്കിടകം 1, രാമായണ മാസാരംഭം. കാലത്ത് തന്നെ നല്ല മഴയാട്ടോ. ഇന്ന് നമ്മൾ പോകുന്നത് തൃശ്ശൂർ വടക്കുനാഥ ക്ഷേത്രത്തിലേക്കാണ്. അവിടെ ഒരു 65ഓളം ഗജവീരന്മാർക്ക് ആനയൂട്ടമൊക്കെ നടക്കുന്നുണ്ട്. എന്തായാലും മഴയൊന്നും ഗവനിക്കാതെ ഞങ്ങളൊരു 9:30 കൂടിയിട്ട് വടക്കുനാഥ ക്ഷേത്രത്തിൻ്റെ പരിസരത്തെത്തി. ഈ ആന എവിടെയുണ്ടോ അവിടെ മഴയൊന്നും തൃശ്ശൂർക്കാർക്കൊരു പ്രശ്നമല്ലാന്നേ. കാരണം അത്രയും വലിയ ക്യൂ ആയിരുന്നു അവിടെ. ക്യൂ ഒക്കെ നിന്ന് ഞങ്ങൾ അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് കിടന്നു. തൃശ്ശൂർ വടക്കുനാഥ ക്ഷേത്രത്തിൽ 42 വർഷമായി ആനയൂട്ട് തുടങ്ങിയിട്ട്. പുലർച്ചെ തന്നെ ക്ഷേത്രം തന്ത്രി പുലിയന്നൂർ ശങ്കരനാരായണൻ നമ്പൂതിരിപ്പാടിൻ്റെ മുഖ്യ കാർമ്മികത്വത്തിൽ മഹാഗണപതി ഹോമം നടന്നു. ഈ മഹാഗണപതി ഹോമത്തിന് 12,008 നാളികേരം, 2000 കിലോഗ്രാം അവിൽ, 2000 കിലോഗ്രാം ശർക്കര, 350 കിലോഗ്രാം മലർ, 60 കിലോഗ്രാം എള്ള്, 50 കിലോഗ്രാം തേൻ, കരിമ്പ്, ഗണപതി നാരങ്ങ, മുന്തിരി, കൽക്കണ്ടം, ചുക്കുപൊടി, ജീരകപ്പൊടി എന്നിവ ഉപയോഗിച്ചു വരുന്നു. കാലത്ത് 9:30 ക്ഷേത്രം തന്ത്രി ചെറിയ ആനയ്ക്ക് ആദ്യ ഉരുള കൊടുത്ത് ആനയൂട്ടിനെ ആരംഭം കുറിച്ചു. $500 കിലോ അരിയുടെ ചോറിൽ നെയ്യ്, പൊടിശർക്കര, ഗണപതി പ്രസാദം എന്നിവ ചേർത്ത് ഉരുളകളായിട്ടാണ് ആനകൾക്ക് നൽകുന്നത്. ഇതിനു പുറമെ പൈനാപ്പിൾ, കക്കിരി, മാമ്പഴം, പഴം, കരിമ്പ് തുടങ്ങിയ 10ഓളം ഫലവർഗ്ഗങ്ങളും ആനകൾക്ക് കൊടുത്തു വരുന്നു. ആനകൾക്ക് പുറമെ 10,000 ഭക്തർക്ക് അന്നദാനവും ഈ വടക്കുനാഥ ക്ഷേത്രത്തിൽ അന്നേ ദിവസം നടത്തി വരുന്നു.
ശരിക്കും ഇന്നേ ദിവസം ആനപ്രേമികൾ കാത്തിരിക്കുന്നൊരു ദിവസമാണ്. കാരണം പുതുപ്പള്ളി കേശവൻ, എറണാകുളം ശിവകുമാർ മുതൽ വലിയ ആനകൾ മുതൽ ഏറ്റവും ചെറിയ ആനകൾ വരെ കാണുവാനുള്ള ഒരു സുവർണ അവസരമാണ്. ഇതെങ്ങനെ ആനപ്രേമികൾക്ക് നഷ്ടപ്പെടുത്താൻ സാധിക്കും? കൊടങ്ങനെ പച്ച ഇങ്ങനെ ആനകളെയൊക്കെ കണ്ട് ചെറിയ മഴയൊക്കെ നനഞ്ഞ് ഇങ്ങനെ നടക്കാൻ ഒരു പ്രത്യേക സുഖം. ഇവിടെ ഗജവീരന്മാരുടെ ചെറിയ ചെറിയ ശില്പങ്ങൾ കൊത്തിവെച്ചിരിക്കുന്നു. ആനയേക്കാൾ ജീവൻ തുടിക്കുന്ന ശില്പങ്ങൾ. തൃശ്ശൂർക്കാർക്ക് ഒരു ചെറിയ തൃശ്ശൂർ പൂരം പോലെയായി ഇപ്പോൾ കർക്കിടകം 1. ഇനി ഏതായാലും അടുത്ത കർക്കിടകം 1 കാണാം. എല്ലാ ആനകളോടും ബൈ ബൈ പറഞ്ഞ് ഞങ്ങളും യാത്ര തിരിച്ചു.